ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കമൻ്റ് ആയിട്ടാണെങ്കിലും മെസ്സേജ് ആയിട്ടാണെങ്കിലും ഒരുപാട് വരുന്നൊരു ചോദ്യമാണ് ടേച്ചി ഈ കേളി ആയിട്ടുള്ള അല്ല ഫ്രിസി ആയിട്ടുള്ള മുടി എങ്ങനെയാണ് നീട്ടിയെടുക്കുക, കട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ ആയിട്ട് വീഡിയോസൊക്കെയാണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ ഫ്യൂച്ചറിൽ നിന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, എനിക്ക് കുറച്ച് കോൾഡൊക്കെ പിടിച്ച് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പിന്നെ വെച്ചാൽ അത് വീഡിയോ ആയിട്ട് ചെയ്തുതരാം എന്ന് വെച്ചാൽ അത്രയും ലെങ്ത്തിൽ ഞാൻ എനിക്കത് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് നീളുന്നില്ല, ഒരു ലെവലിൽ നിങ്ങോട്ട് താഴുന്നില്ല എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ അത് കറക്റ്റായിട്ട് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ വെച്ച് പറയുമ്പോൾ എൻ്റെ ഒരു ടൈപ്പ് ഹെയർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, വേറെ ആളുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് എൻ്റെ സംബന്ധം സെയിം തന്നെയാണ്. പക്ഷെ അവരതൊക്കെ ഈ ഒരു ഹെയറിന് ഇങ്ങോട്ട് ലെവലിൽ നിന്ന് ഇറങ്ങാത്തതും അതുപോലെ താഴെഭാഗം ഭയങ്കര ഫ്രിസി ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുടി കെയർ ചെയ്ത് കൊണ്ടുവരെ കൊണ്ട് മാത്രമാണ് ഇത് ഇത്ര വരെ നീണ്ടു കിട്ടിയത്. അല്ലെങ്കിൽ ഇത് നീള പോലും ഇല്ല, ഇപ്പോഴും നല്ല ഗ്രോത്ത് വെക്കുന്നുണ്ട്, നല്ല തിക്കാവുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. അപ്പം നമ്മൾ ഹോം റെമഡീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഹെയർ ഓയിലിൻ്റെ നിങ്ങൾക്ക് കുറേ പ്രൈസ് ഞാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞു ഞാൻ ആ ഹെയർ ഓയിലിൻ്റെ മടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നത് നീല ബൃങ്കാദീൻ്റെ കേര തൈലം എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അത് നല്ല റിസൾട്ട് ആണ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സോ അല്ലെങ്കിൽ വീക്കിൽ 2 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി, ഡെയിലി യൂസ് ചെയ്യരുത്. അപ്പം നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് അത് കഴിക്കണം ഇത് കഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ് എടുക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പയർ എടുക്കുക, ചെറുപയറില്ലേ, ചെറുപയർ ഒരു സ്പൂൺ, അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കരുത്. ഒരു സ്പൂൺ പയർ എടുത്തതിന് ശേഷം നിങ്ങളത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. വെള്ളത്തിൽ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ വീർക്കും. അത് നല്ല രീതിയിൽ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇത് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു സ്പൂണ് മാത്രമേ. എന്നിട്ട് അതൊന്ന് മുള പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് പൊന്തുള്ളൂ. ഒരു 6 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് കഴിക്കും അങ്ങനെ വരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വെള്ളം മാറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ പേപ്പറിലേക്കോ എന്തെങ്കിലും പരത്തി വെക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ ആകുമ്പോഴേക്ക് അത് മുള പൊട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെയോ നിങ്ങൾക്ക് ഏതാ ടൈം വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് നിങ്ങളത് കഴിക്കുക. പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലോ ഡൈജഷൻ ഉള്ള ആൾക്കാർ ഇത് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുക. നിങ്ങൾക്ക് ഡൈജഷൻ കുറച്ച് ടൈം എടുക്കുന്നത്, ഹൈ ഡൈജഷൻ കുറേ ടൈം എടുത്തിട്ട് ഇത് ഡൈജഷൻ്റെ ആ ഒരു പ്രോസസ്സിലേക്ക് ഇത് കടക്കുള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആയ ലേഡീസ്, ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള ലേഡീസ് അവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഈ രീതിയിൽ കഴിക്കാൻ നിൽക്കാണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ നെല്ലിക്ക ഒക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഇതെന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ടൈം എടുത്തിട്ടാണ് ഡൈജഷൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് വരണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കാം. പിന്നെ ഇനിയിപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് വലിയ വിഷയമൊന്നുമില്ലെങ്കിൽ ഒരു സ്പൂണ് മാത്രം കഴിക്കുക. നിങ്ങൾക്ക് അത് അത്ര ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു കഴിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെറിയ ലെമണോ അല്ലെങ്കിൽ കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് ആ രീതിയിൽ കുറച്ചൊന്നാക്കിയിട്ട് ജസ്റ്റ് ഒരു സലാഡ് പോലെ ആക്കിയിട്ട് നിങ്ങൾ അങ്ങനെ കഴിക്കുക കേട്ടോ. അത് ഏറ്റവും ബെറ്ററാണ് ഹെയർ ഗ്രോത്തിന്. പിന്നെ നിങ്ങൾക്ക് അതിനപ്പുറം നെല്ലിക്ക കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ഒരു നെല്ലിക്ക, അത് നിങ്ങൾ ഉപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ ഉപ്പ് കൂടിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഒരു നെല്ലിക്ക കഴിക്കാൻ നോക്കാം. ഇത് ഫുഡായിട്ട് നിങ്ങൾ ഉള്ളോട്ട് കൊടുക്കേണ്ട, ഹെയറിന് വേണ്ടിയിട്ട് ഉള്ളോട്ട് കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ പാക്കാണ്. അപ്പോൾ നമ്മൾ ഉലുവ തലേന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സോക്ക് ചെയ്തിട്ട് അതിലേക്ക് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കറ്റാർ വാഴ, നല്ല ഫ്രഷ് കറ്റാർ വാഴയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. റെഗുലറായിട്ട് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ചെയ്യണമെന്നൊന്നും അല്ല, ഒരിക്കൽ ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം അത് നിങ്ങൾ അതിൻ്റെ തൊടോടെ ഇട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പച്ചന്ന് ഒഴിവാക്കേണ്ട ആവശ്യം, ജെല്ല് മാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഹെയറിലും സ്കാൽപ്പിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ ഒരു റെഗുലറായിട്ട് ഉപയോഗിക്കാനുള്ളത് പരിപാടി നോക്കുക. ആഴ്ചയിൽ ഒരിക്കലോ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഷാംപൂ കണ്ടീഷണർ മസ്റ്റാണ്. ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുടി എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പാക്കൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ ഉള്ളി നല്ലതാണ് കേട്ടോ, ഹെയർ ഗ്രോത്തിന് ബെസ്റ്റാണ് ഉള്ളി. ഉള്ളീൻ്റെ നീരെടുത്തിട്ട് ജസ്റ്റ് സ്കാൽപ്പിലൊക്കെ നല്ല അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നതും നല്ലതാണ്. അത് നിങ്ങൾ ഫ്രീ ടൈം ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും പയറിൻ്റെ കാര്യം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യരുത്. ഇത് ഒരേ പ്രോസസ്സിൽ നിങ്ങളൊരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ഹെയറിൽ നല്ല മാറ്റം ഉണ്ടാവും.
എനിക്ക് മാറ്റം കിട്ടിയ സാധനമാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ചേച്ചിൻ്റെ സൗണ്ട് റെഡി ആവും, ഇന്ന് തീരെ സൗണ്ട് റെഡി ആവില്ല, എൻ്റെ ഫുൾ പോയി കിടക്കുകയാണ്. ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക, ഞാൻ അതിന് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.